NDTVക്കെതിരായ CBI നടപടിക്കെതിരെ ഡൽഹിയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും പ്രതിഷേധ സംഗമം. എതിർസ്വരങ്ങളെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തുന്ന ഭരണകൂട നീക്കം അനുവദിക്കാനാകില്ലെന്ന് സംഗമം അഭിപ്രായപ്പെട്ടു. ICICI ബാങ്കിൽ നിന്ന് 48 കോടി രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാനുണ്ടെന്ന് കാട്ടിയാണ് കഴിഞ്ഞ ദിവസം NDTV സഹോടമ പ്രണോയ് റോയിയുടെയും ഭാര്യ രാധിക റോയിയുടെയും വസതികളിൽ CBI പരിശോധന നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്താലുള്ള NDTVക്കെതിരായ CBI നടപടിക്കെതിരെ ഡൽഹിയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ സംഗമം നടന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകരായ കുൽദീപ് നയ്യാർ, മുൻ കേന്ദ്രമന്ത്രിയും മാധ്യമപ്രവർത്തകനുമായ അരുൺ ഷൂരി, മുതിർന്ന നിയമജ്ഞൻ ഫാലിയസ് നരിമാൻ തുടങ്ങി മാധ്യമ രാഷ്ട്രീയ നിയമരംഗങ്ങളിലെ പ്രമുഖർ പ്രതിഷേധ സംഗമത്തിനെത്തി. എതിർസ്വരങ്ങളുടെയും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും മേലുള്ള അധിനിവേശമാണ് മോദി സർക്കാരിന്റെ കീഴിൽ 3 വർഷമായി നടക്കുന്നതെന്ന് അരുൺ ഷൂരി അഭിപ്രായപ്പെട്ടു. ഒരു മാധ്യമത്തെ തകർക്കാൻ മറ്റൊരു മാധ്യമത്തെ ഉപയോഗിക്കുന്ന രീതിയാണ് കാണുന്നതെന്നും അരുൺ ഷൂരി കൂട്ടിച്ചേർത്തു. NDTVക്കെതിരായ നീക്കം എല്ലാ മാധ്യമങ്ങൾക്കുമുള്ള അപായ സൂചനയാണെന്ന് NDTV സഹോടമ പ്രണോയ് റോയ് ചൂണ്ടിക്കാട്ടി. പ്രതികരിക്കാതെ ചുരുണ്ടുകൂടിയാൽ ഇത്തരം ഭരണകൂട ഭീകരത നാളെ എല്ലാവരെയും തേടി വരുമെന്ന് പ്രണോയ് റോയ് കൂട്ടിച്ചേർത്തു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. LDF സർക്കാരിന്റെ വ്യവസായ നയം പ്രഖ്യാപിച്ചു. രാജ്യത്തെ 10 മികച്ച സംസ്ഥാനമാക്കി കേരളത്തെ ഉയർത്തുമെന്ന ആമുഖത്തോടെയാണ് വ്യവസായ നയം മന്ത്രി പ്രഖ്യാപിച്ചത്. ധാതുമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രമായി പരിമിതപ്പെടുത്തും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് സ്ഥാപനത്തിന്റെ ലാഭം പരിഗണിച്ച് പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കും. വ്യവസായ പാർക്കുകളിൽ വനിതാ സംവരണം വരുന്നു. ചെറുകിട വ്യവസായങ്ങൾക്ക് KFC വായ്പ നൽകുന്നതടക്കം നിരവധി ആകർഷകമായ പാക്കേജാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ ആദ്യ 10 സംസ്ഥാനങ്ങളിലൊന്നായി കേരളത്തെ ഉയർത്തുകയാണ് സംസ്ഥാന വ്യവസായ നയം കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഇന്ന് പുറത്തിറക്കിയ വ്യവസായ നയത്തിന്റെ കരട് രേഖയിൽ പറയുന്നു. വ്യവസായ നയത്തിന്റെ കാതലായ ഭാഗങ്ങൾ ഇപ്രകാരമാണ്. ധാതുമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രമായി പരിമിതപ്പെടുത്തും. ടൈറ്റാനിയം മെറ്റലിലേക്ക് നീങ്ങുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഈ രംഗത്തെ പ്രമുഖരുമായി ചേർന്ന് വികസിപ്പിക്കും. പെട്രോ കെമിക്കൽ കോംപ്ലക്സ് കൊച്ചിയിൽ സ്ഥാപിക്കും. ഇതിനാവശ്യമായ 600 ഏക്കർ സ്ഥലം ഫാക്ടിൽ നിന്നും കണ്ടെത്തും. ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള വായ്പ ലഭിക്കുന്നതിന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഉപയോഗിക്കും. മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭത്തിലാക്കാൻ നടപടി സ്വീകരിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് സ്ഥാപനത്തിന്റെ ലാഭം കൂടി പരിഗണിച്ച് പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കും. വ്യവസായ പാർക്കുകളിൽ നിശ്ചിത ശതമാനം വനിതാ സംവരണം ഉറപ്പാക്കും. ഈ നയം നടപ്പിലാക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം തനിക്കുണ്ടെന്ന് വ്യവസായ മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. പരമാവധി ഒരു വ്യവസായം നടത്തി മലിനീകരണമില്ലാത്ത വ്യവസായം വേണമെന്നുള്ളൊരു ബോധത്തിലേക്ക് വ്യവസായികളും നിക്ഷേപകരും വന്നിട്ടുണ്ട്. അത്തരം ആളുകളെ ബുദ്ധിമുട്ടിക്കരുത്. അതിനാവശ്യമായ രീതിയിൽ യഥാർത്ഥത്തിൽ വ്യവസായം നടത്താൻ വരുന്ന അതിനാവശ്യമായ രേഖകളൊക്കെ ആയിട്ടാണ് അവർ വരിക. ആ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ 30 ദിവസത്തിൽ അപ്പുറത്തേക്ക് പോകരുത് എന്നുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങൾ ചെയ്യുന്നത്. സംസ്ഥാനത്ത് പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നൂലാമാലകൾ പരിഹരിക്കുന്നതിന് ഏകജാലക ക്ലിയറൻസ് സംവിധാനം മെച്ചപ്പെടുത്തും. ഇതിന്റെ നോഡൽ ഏജൻസിയായി KSIDCയെ നിയോഗിക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വ്യാവസായിക ആവശ്യത്തിനുള്ള ഭൂമി കേരളത്തിൽ എവിടെയൊക്കെ ലഭ്യമാണെന്ന് വെബ് പോർട്ടൽ വഴി അറിയാൻ കഴിയുമെന്നും മന്ത്രി വ്യക്തമാക്കി. വ്യവസായ വകുപ്പ് സെക്രട്ടറി പോൾ ആന്റണി, KSIDC ഡയറക്ടർ ഡോക്ടർ ബീന എന്നിവർ മന്ത്രിയോടൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാനുള്ള നഷ്ടപരിഹാര തുകയിൽ കാലതാമസം വരുത്തുകയും അവരെ വഴിയാധാരമാക്കുകയും ചെയ്യുന്ന കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ നിലപാട് അനുവദിക്കാനാവില്ലെന്ന് ഫിഷറീസ് മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. എറണാകുളം ജില്ലയിലെ ഹാർബറുകളുടെ നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൊച്ചി തുറമുഖ വികസനത്തിനായി സ്ഥലം വിട്ടു നൽകിയവർക്കും അനുബന്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും ഇതുവരെ നഷ്ടപരിഹാരം ലഭിക്കാത്ത സ്ഥിതി ഗുരുതരമാണെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. തുറമുഖ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് സ്ഥലവും തൊഴിൽ മേഖലയും കൈമാറിയത് വഴി മീൻപിടുത്തക്കാർക്ക് പോർട്ട് ട്രസ്റ്റ് നൽകാനുള്ളത് 2 കോടിയിലധികം രൂപയാണ്. 2009 നൽകേണ്ടിയിരുന്ന തുകയിൽ 248 കുടുംബങ്ങൾക്ക് ഇതുവരെ നൽകിയത് 27 ലക്ഷം രൂപ മാത്രമാണ്. ബാക്കി തുകയുടെ കാര്യത്തിൽ അടിയന്തര നടപടി വേണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. ജൂൺ മാസം തന്നെ പോർട്ട് ട്രസ്റ്റ് ചെയർമാനും സെക്രട്ടറിയും കൂടെ ചേർന്നൊരു യോഗം വിളിക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണ്. ആ യോഗത്തിൽ വെച്ച് വർഷങ്ങളായി ഭൂമി ഏറ്റെടുത്തിട്ട് കാശ് കൊടുക്കാത്ത പ്രശ്നത്തിന് പരിഹാരം കണ്ടേ പറ്റൂ. ഇല്ല എങ്കിൽ ലീഗലായ ആക്ഷനിലേക്ക് പോകാൻ ഞങ്ങൾ നിർബന്ധിതമാകും എന്നത് അവരെ അറിയിച്ചുകൊണ്ട് പണം കൊടുക്കാനുള്ള നടപടി ശക്തിപ്പെടുത്താനാണ് തീരുമാനിച്ചത്. എല്ലാ ട്രോളേഴ്സും നിരോധിച്ചിരിക്കുകയാണ്. ട്രഡീഷണൽ ഫിഷർമെൻ മാത്രമേ ഈ പീരീഡിൽ പലാജിക് മത്സ്യം മാത്രം ഉപരിതല മത്സ്യമേ പിടിക്കാൻ പാടുള്ളൂ. അല്ല, ട്രോളിംഗ് നിരോധിച്ചു. സംസ്ഥാനത്തെ മീൻപിടുത്തക്കാരുടെ പ്രശ്നങ്ങൾക്ക് സർക്കാർ പ്രധാന പരിഗണന നൽകുന്നുണ്ടെന്നും ചെല്ലാനം അടക്കമുള്ള എറണാകുളം ജില്ലയിലെ ഹാർബറുകളുടെ നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊല്ലത്ത് ദളിത് വിദ്യാർത്ഥികൾ ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി IPC 305 പ്രകാരം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സൂപ്രണ്ട്, CWC ചെയർപേഴ്സൺ എന്നിവർക്കെതിരെ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണങ്ങൾ ഉള്ളതിനാൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അജിത ബീഗം അറിയിച്ചു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുമുണ്ട്. കൊല്ലം ഇഞ്ചവിളയിൽ ജീവനൊടുക്കിയ ദളിത് കുട്ടികളുടെ ആത്മഹത്യാക്കുറിപ്പിൽ ആഫ്റ്റർ കെയർ ഹോമിലെ സൂപ്രണ്ട് തല്ലിയതായി പറയുന്നതിന്റെയും വീട്ടിൽ പോകാൻ CWC ചെയർപേഴ്സൺ തങ്ങളെ അനുവദിച്ചില്ലെന്ന ആരോപണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പോലീസ് IPC 305 പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചുമത്തി അന്വേഷണം ആരംഭിച്ചത്. ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടുന്ന ഡയറിക്കുറിപ്പിൽ തങ്ങൾ മാനസിക സമ്മർദ്ദത്തിലാണെന്ന് ഇരുവരും പറയുന്നു. അതേസമയം താൻ കഴിഞ്ഞ 10 ദിവസമായി അവധിയിലായിരുന്നുവെന്നും സ്വന്തം മക്കളെ പോലെയാണ് കുട്ടികളെ സംരക്ഷിക്കുന്നതെന്നും സൂപ്രണ്ട് ഷൈനി പീപ്പിൾ TVയോട് പറഞ്ഞു. നിയമപ്രകാരം കുട്ടികളുടെ സുരക്ഷ കൂടി കണക്കിലെടുത്താണ് അനുവാദം നൽകാതിരുന്നതെന്ന് കോമളകുമാരിയും അറിയിച്ചു. അങ്ങോട്ടും നല്ല സ്നേഹമാണ്, ഇങ്ങോട്ടും വളരെ ഹാപ്പിയായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിക്ക് നമുക്കറിയാൻ പറ്റില്ല ആ കുട്ടിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലതും കൊണ്ടുവന്നു. ആ കുട്ടി എപ്പോഴും നല്ല ഹാപ്പിയായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോൾ ആ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷമാണ് അത് പോണില്ല എന്ന് തീരുമാനിച്ചത്. പിന്നെ എപ്പോഴും മരിക്കുന്നതിൻ്റെ അന്ന് പോലും ഇവർ എല്ലാവരുമായിട്ട് നല്ല സന്തോഷമായിട്ട് സംസാരിച്ചു നിന്ന കുട്ടിയായിരുന്നു. ആഫ്റ്റർ കെയർ ഹോമിലെ അന്തേവാസികളായ കുട്ടികളുടെ രക്ഷിതാക്കളുടെ യോഗം സാമൂഹ്യനീതി വകുപ്പ് വിളിച്ചിരുന്നു. ചില കുട്ടികൾ രക്ഷകർത്താക്കൾക്കൊപ്പം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. സൂപ്രണ്ട്, CWC ചെയർപേഴ്സൺ എന്നിവർക്കെതിരെ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണങ്ങൾ ഉള്ളതിനാൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അജിത ബീഗം അറിയിച്ചു. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ 10 ദിവസത്തിനകം വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്തോട് നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പത്തനംതിട്ട കോന്നിയിൽ ഒഴുക്കിൽപ്പെട്ട് കുട്ടി മരിച്ച സംഭവത്തിൽ വീടിനടുത്തുള്ള പാറമടയ്ക്കെതിരെ പരാതിയുമായി കുട്ടിയുടെ മാതാപിതാക്കൾ രംഗത്ത്. പാറമടയിൽ കെട്ടിനിന്ന മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിട്ടതിനാലാണ് കുട്ടി ഒഴുകിപ്പോകാൻ കാരണമെന്നാണ് മരിച്ച ആദിദേവിന്റെ അച്ഛൻ പറയുന്നത്. ആദിദേവിന്റെ ചിരിയും കളിയുമില്ലാത്ത ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന വീട്ടിലേക്കായിരുന്നു ഞങ്ങൾ കയറി ചെന്നത്. പണി പൂർത്തിയാകാത്ത വീട്. വീട്ടിൽ അച്ഛൻ ജിനുവും ഭാര്യ വിദ്യയും മറ്റു കുടുംബാംഗങ്ങളും മാത്രം. വീടിനെ ചുറ്റി ആദിദേവിനെ കവർന്നെടുത്ത ശേഷം ശാന്തമായി ഒഴുകുന്ന തോട്. എന്നും ആദിദേവ് കൂടെ കളിക്കാറുള്ള നായ ഇപ്പോൾ മുഴുവൻ സമയവും തോട്ടിലേക്ക് നോക്കി തന്നെ ഇരിപ്പാണ്. ആദിദേവ് തോട്ടിലെ ഒഴുക്കിൽപ്പെട്ടപ്പോൾ നായ കുരച്ചുകൊണ്ട് വീട്ടിലോടിച്ചെന്ന് നിലത്തുരുണ്ടു മറിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിനെ നോക്കി വീട്ടുകാർ തോട്ടിലേക്ക് ഓടിച്ചെന്നിരുന്നു. അപ്പോഴേക്കും തോട്ടിലെ വെള്ളം കുഞ്ഞിനെയും കൊണ്ട് ഓടിമറഞ്ഞു. ഇപ്പോൾ ശാന്തമായി ഒഴുകുന്ന തോട് മഴ പെയ്യുമ്പോൾ അതിന്റെ രൗദ്രഭാവം കാണിക്കും. മലമുകളിലെ പാറമടയിൽ സംഭരിക്കുന്ന വെള്ളം മഴ പെയ്യുമ്പോൾ ഈ തോട്ടിലേക്ക് ഒഴുകി വരുന്നതാണ് തോട്ടിൽ ആ സമയത്ത് ശക്തമായ ഒഴുക്കുണ്ടാവാൻ കാരണമെന്ന് ആദിദേവിന്റെ കുടുംബം പറയുന്നു. നല്ലൊരു മഴ പെയ്ത് കഴിയുമ്പം വെള്ളം കൂടും മലയെന്നുള്ളത്. അതിന്റെ കൂടെ അവർ ആ പാറയിലുള്ള വെള്ളം കൂടെ ഇറക്കി വിടുമ്പോൾ ഈ പാറപ്പൊടി കഴുകി വിടുന്ന വെള്ളമാണ്. അതുപോലാണ് ഇതിലെ വരുന്നത്. അന്നേരം വെള്ളം കൂടും. അന്നേരം നല്ല ഒഴുക്കാണ്, ഈ അടി ഒഴുക്കാണ് മൊത്തം. പാറമടയിൽ നിന്നും തോട്ടിലൂടെ വരുന്ന വെള്ളത്തിൽ കെമിക്കലും പാറപ്പൊടിയുടെ അവശിഷ്ടങ്ങളുമായിരിക്കും ഉണ്ടാവുകയെന്നും അത് ഈ കുടുംബങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. തോട്ടിൽ 2-3 സ്ഥലങ്ങളിൽ പാറമട അധികൃതർ കുഴിയെടുത്ത് മലിനജലം ശേഖരിക്കാറുണ്ടെന്നും മഴ പെയ്യുമ്പോൾ തോട്ടിലൂടെ ആ ജലമാണ് ഒഴുകി വരാറുള്ളതെന്നുമാണ് ഇവർ പറയുന്നത്. കൃത്യമായി ഒരു വഴി പോലും ഈ വീട്ടിലേക്ക് പോകാനില്ലാത്തതിനാൽ തോട്ടിലൂടെ തന്നെ നടന്നു മാത്രമേ ഇവർക്ക് വീട്ടിലെത്താനാകൂ. ഇവിടെ വെച്ചാണ് പാറമടയിൽ നിന്നും തുറന്നുവിട്ട വെള്ളത്തിൽ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമെല്ലാം അസ്ഥാനത്തായി പോയത്. പാറമടയ്ക്കെതിരെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനാണ് കുട്ടിയുടെ കുടുംബം തയ്യാറാകുന്നതും. കോന്നിയിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. തിരുവനന്തപുരം ചിറയൻകീഴിൽ വീടിനു നേർക്ക് ആക്രമണം. ആക്രമണത്തിൽ വീടിനു സമീപം വെച്ചിരുന്ന ബൈക്കുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. ഡിവൈഎഫ്ഐ ആറ്റിങ്ങൽ ഏരിയ സെക്രട്ടറി വിഷ്ണുവിന്റെ വീടിനു നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഡിവൈഎഫ്ഐ ആറ്റിങ്ങൽ ഏരിയ ജോയിന്റ് സെക്രട്ടറി വിഷ്ണുവിന്റെ വീടിന് നേർക്ക് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ വീടിന്റെ ജനാലച്ചില്ലുകൾ തകർന്നു. വീടിന് സമീപം വെച്ചിരുന്ന ബൈക്കുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ജനൽ ചില്ലുകൾ പൊട്ടിവീഴുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്ന് ലൈറ്റിട്ടതോടെ അക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു.
ആക്രമണത്തിന് പിന്നിൽ RSS പ്രവർത്തകരാണെന്ന് വിഷ്ണുവിന്റെ സഹോദരൻ കൃഷ്ണചന്ദ്രൻ പറഞ്ഞു. ചെറുവള്ളി മുതലുള്ള ഒരു 2 BJP പ്രവർത്തകരെ എനിക്ക് സംശയമുണ്ട്. അവരായിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഇന്നലെ ഒരു ജാഥയുടെ കാര്യങ്ങളായിട്ട് 1-2 വിഷയങ്ങളായിട്ട് അവിടെ എന്തോ സംഭവങ്ങളൊക്കെ അതിന്റെ പേരിലായിരിക്കണമെന്നാണ് തോന്നുന്നത്. ചിറയൻകീഴ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. KM മാണിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച് വീക്ഷണം ദിനപത്രം. മാണിക്ക് രാഷ്ട്രീയം എന്നും ഒരു കച്ചവടമായിരുന്നുവെന്ന വീക്ഷണം ദിനപത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നു. വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ പ്രജീഷ് കൈപ്പള്ളി ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. പ്രജീഷ്, മാണി എന്ന മാരണം എന്ന തലക്കെട്ടോടുകൂടി അതിരൂക്ഷമായ വിമർശനങ്ങളാണ് വീക്ഷണം ഉന്നയിക്കുന്നത്. എന്നാണ് മുഖപ്രസംഗത്തിന്റെ പൂർണ്ണരൂപം? ചെയർമാൻ KM മാണിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. മാണി എന്ന മാരണം എന്ന തലക്കെട്ടോടുകൂടിയാണ് മുഖപ്രസംഗം ആരംഭിക്കുന്നത്. UDF നിന്നുകൊണ്ട് LDF പിന്തുണയോടെ മുഖ്യമന്ത്രിയാകാൻ KM മാണി ശ്രമം നടത്തിയിട്ടുണ്ടെന്ന കേരള കോൺഗ്രസ് മുഖപത്രത്തിന്റെ തന്നെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് വീക്ഷണം കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. മുന്നണിക്ക് അകത്തുനിന്ന് തർക്കിച്ചും വിലപേശിയും അനർഹമായ പലതും നേടിയ KM മാണി രാഷ്ട്രീയ സത്യസന്ധതയും മര്യാദയും തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത കപടരാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലനാണ് എന്ന് മുഖപ്രസംഗത്തിൽ വിശേഷിപ്പിക്കുന്നു. കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിൽ KM മാണിയുടെ വിഷക്കൊമ്പ് കൊണ്ടുള്ള കുത്തേൽക്കാത്ത ഒരു നേതാവും ഉണ്ടായിട്ടില്ല എന്ന് വളരെ അതിരൂക്ഷമായി തന്നെ വിമർശിക്കുന്ന മുഖപ്രസംഗത്തിൽ KM ജോർജിന്റെ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ KM ജോർജിന്റെ മരണവുമായി ബന്ധപ്പെട്ട പരാമർശം കൂടി KM മാണിയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് മുഖപ്രസംഗം. KM മാണി KM ജോർജ് നെഞ്ചുപൊട്ടി മരിക്കാൻ കാരണക്കാരൻ KM മാണിയാണ്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ KM ജോർജിനെ പിന്നീട് രാഷ്ട്രീയമായി തന്നെ പിന്നിൽ നിന്ന് കുത്തിയ മാണിയുടെ നിലപാടുകളായിരുന്നു എന്നും മുഖപ്രസംഗം അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. മാത്രവുമല്ല, KM മാണിക്ക് രാഷ്ട്രീയം എന്നും ഒരു കച്ചവടം ആയിരുന്നു. KM മാണിയുടെ രാഷ്ട്രീയ ചരിത്രം നേരിന്റേതല്ല, നെറുകേടിന്റേതാണ് എന്നും മുഖപ്രസംഗത്തിൽ വിശദീകരിക്കുകയാണ്. കേരള കോൺഗ്രസ് ചെയർമാൻ KM മാണിയെ, കാരണം രാഷ്ട്രീയമായി തന്നെ എന്തായാലും കോൺഗ്രസ് നിലപാട് മുന്നോട്ട് വയ്ക്കുകയാണ്. ഇടതുപക്ഷവുമായി ചർച്ചകൾ നടത്തുന്നു തുടങ്ങിയ അഭ്യൂഹങ്ങൾക്കിടെ ആണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ നിലപാട് പുറത്തേക്ക് വരുന്നത്. 100 തവണ UDF തോറ്റാലും ശരി KM മാണിയെ തിരികെ കൊണ്ടുവരാൻ പാടില്ല എന്ന നിശിതമായ വിമർശനം കൂടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയാണ്. പ്രത്യയശാസ്ത്രത്തോടുള്ള പ്രതിബദ്ധതയോ കൊടി നിറങ്ങളോടുള്ള ആഭിമുഖ്യമോ അതിൽ കാണാനില്ല. വിലപേശിയും പിടിച്ചുപറിച്ചും സ്ഥാനമാനങ്ങൾ കൈക്കലാക്കുകയാണ് മാണിയുടെ ശൈലി എന്നും തുടങ്ങി ഗുരുഹത്യയുടെ പാപം പുരണ്ട കൈകളാണ് അദ്ദേഹത്തിന്റേതെന്നും നിലപാടിന്റെ കാര്യത്തിൽ അദ്ദേഹം എന്നും ഈ പറഞ്ഞ രീതിയിൽ ആരുമായും ഏത് നിലപാടുമായും ഒപ്പം ചേരുക, അത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നു. KM മാണി ബജറ്റ് കളനാണെന്ന് ആക്ഷേപിച്ച് അദ്ദേഹത്തെ ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് പ്രതിരോധം സൃഷ്ടിച്ച അന്നത്തെ പ്രതിപക്ഷത്തിന്റെ മുമ്പിൽ മാണിയെ കൊണ്ട് തന്നെ ബജറ്റ് അവതരിപ്പിക്കാൻ UDF കാണിച്ച ആ ഒരു ധൈര്യവും ഒപ്പം ഐക്യവും മാണി മറന്നുപോയോ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി മുഖപ്രസംഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും കേരള കോൺഗ്രസിനെതിരെ ഈ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ നിലപാടായി മുന്നോട്ട് വരികയാണ്. കോൺഗ്രസ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ചർച്ചയ്ക്ക് എന്തായാലും വഴിയിടുക, മാണി തിരികെ കോൺഗ്രസിലെ അല്ലെങ്കിൽ UDFിലേക്ക് വരാൻ പാടില്ല എന്ന നിശ്ചിതമായ ഒരു നിലപാട് തന്നെയാണ് എടുക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വിശാലമായ ചർച്ചകൾ എന്തായാലും ഉണ്ടാകും. നിശ്ചിതമായ വിമർശനം തന്നെയാണ് എന്തായാലും KM മാണിക്കെതിരെ മുഖപ്രസംഗത്തിൽ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും പ്രജീഷ്, ഇന്നലെ ഉണ്ടായ ചർച്ചയിലെടുത്ത തീരുമാനം യുക്തമായ സമയത്ത് യുക്തമായ തീരുമാനം എടുക്കുമെന്ന് KM മാണി ഇന്നലെ പറഞ്ഞതാണ്. എന്നാൽ KM മാണിക്ക് മുന്നിൽ തങ്ങളുടെ വാതിൽ പൂർണ്ണമായി കൊട്ടിയടച്ചിരിക്കുന്നു എന്നുള്ള വ്യക്തമായ നിലപാട് തന്നെയല്ലേ ഇപ്പോൾ UDF വ്യക്തമാക്കിയിരിക്കുന്നത്? തീർച്ചയായും മഞ്ജു, അതായത് KM മാണിയെ തിരികെ എടുക്കണമെന്ന നിലപാട് ആവർത്തിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ചില നേതാക്കൾ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. നേരത്തെ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ശ്രീ ഹസൻ അടക്കമുള്ളവർ നേരത്തെ തന്നെ ഇക്കാര്യം MM ഹസൻ അടക്കമുള്ളവർ നേരത്തെ ഇക്കാര്യങ്ങൾ മാണിയെ തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യം ഉന്നയിച്ചു. ഒപ്പം മുതിർന്ന നേതാക്കൾ പലരും ഇക്കാര്യം ഉന്നയിക്കുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ വീക്ഷണത്തിന്റെ നിലപാട് കോൺഗ്രസിന്റെ നിലപാടായി തന്നെ മുന്നോട്ട് വരികയാണ്. കാരണം മുഖപ്രസംഗത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായും പറയുന്നത്. KM മാണിയുടെ പ്രതികരണമായിരിക്കും എന്തായാലും ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഇന്നിപ്പോൾ മുഖപ്രസംഗം എഴുതാനുള്ള സാഹചര്യം തന്നെ കേരള കോൺഗ്രസിന്റെ മുഖപത്രത്തിൽ വെളിവാക്കി, അതായത് UDFിൽ നിന്നുകൊണ്ട് LDF പിന്തുണയുടെ മുഖ്യമന്ത്രിയാകാൻ KM മാണി ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലേക്ക് അവർ തന്നെ ആ മുഖപത്രത്തിന്റെ വെളിപ്പെടുത്തൽ, കേരള കോൺഗ്രസ് മുഖപത്രത്തിൽ വെളിപ്പെടുത്തൽ ഉണ്ടായി എന്ന പശ്ചാത്തലത്തിലാണ്
ഈ വിമർശനം വരുന്നത്. എന്തായാലും ഈ കെ മാണിക്ക് UDF-ലേക്കുള്ള വാതിലുകൾ അടഞ്ഞു എന്ന് വ്യക്തമാണ്. കാരണം കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ് മുഖപത്രത്തിൽ വ്യക്തമാകുന്നത്. എന്തായാലും ഇനിയുള്ള പ്രതികരണങ്ങൾ, കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പം കെ മാണിയുടെ കൂടി നിലപാട് ഇക്കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. എന്തായാലും ഒരുപാട് രാഷ്ട്രീയമായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. UDF-ന്റെ നിലപാട് അല്ലെങ്കിൽ കൂടി കോൺഗ്രസ് UDF-ന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാകുമ്പോൾ അത് പൊതു നിലപാടായി നമ്മൾക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. അഞ്ചു ഇനി ഒരു പക്ഷേ തുടർന്നുള്ള മണിക്കൂറുകൾ രാഷ്ട്രീയത്തിൽ UDF രാഷ്ട്രീയത്തിൽ വലിയ ഒരു തർക്കങ്ങളിലേക്കുമൊക്കെ പ്രജിഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു വിഭാഗം മാണിക്കൊപ്പം നിൽക്കുന്ന നേതാക്കൾ ഇപ്പോഴും UDF-നുള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ചില രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി ഉടലെടുക്കുന്ന തരത്തിലേക്ക് ഒരു പക്ഷേ കാര്യങ്ങൾ നീങ്ങില്ലേ? തീർച്ചയായും ഇക്കാര്യത്തിൽ കെ മാണിക്കൊപ്പം തന്നെ നിൽക്കുന്ന പി ജെ ജോസഫ് അടക്കമുള്ളവരുടെ നിലപാടുകൾ ഒരുപക്ഷെ പി ജെ ജോസഫ്, മോൻസ് ജോസഫ് അടക്കമുള്ള ആളുകൾ ഇപ്പോഴും UDF അല്ലെങ്കിൽ UDF ബന്ധം, UDF ബാന്ധവം ഉപേക്ഷിച്ചതിൽ വിമർശനം പരോക്ഷമായി ഉന്നയിക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ പൊതുനിലപാട് ഇവരോടൊക്കെ തന്നെ, ഈ പറഞ്ഞ നേതാക്കളോടൊക്കെ തന്നെ അതേസമയം കോൺഗ്രസിന് ഒരു മൃദു സമീപനമുണ്ട്. ഒരു പിളർപ്പിലേക്കടക്കം ഒരു പക്ഷേ കേരള കോൺഗ്രസിനെ കൊണ്ടുപോയി ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കുക എന്നതായിരുന്നു UDF-ന്റെ കോൺഗ്രസിന്റെ ഒരു നീക്കം. എന്തായാലും അതായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യക്തമായും കെ എം മാണിയെ UDF-ലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതില്ല. പ്രത്യേകിച്ച് അതിന് കാരണങ്ങൾ വ്യക്തമായും പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള രാഷ്ട്രീയമായ അടിയൊഴുക്കുകൾ, നേരത്തെ ബജറ്റുമായിട്ടുണ്ടായ പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ എന്തായാലും ഇനി UDF-ൽ ഈ വിഷയം ഒരുപക്ഷെ ചർച്ചയ്ക്ക് തന്നെയുള്ള വേദി ഒരുക്കിയാണ് കോൺഗ്രസ്. കെ എം മാണിയാണ് ഇതിൽ അതിരൂക്ഷമായി വിമർശിക്കുന്നത്. കെ എം മാണിക്കൊപ്പമുള്ള പ്രമുഖ വിഭാഗത്തെ, പ്രത്യേകിച്ച് പി ജോസഫ് അടക്കമുള്ളവരെ ഇപ്പോഴും വിമർശിക്കാത്ത കോൺഗ്രസ് നിലപാട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ കേരള കോൺഗ്രസിൽ ഒരു പിളർപ്പുണ്ടാക്കി ഒരു ഭിന്നത ഉണ്ടാക്കുക എന്ന ലക്ഷ്യം കൂടി എന്തായാലും ഇക്കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ ഒരു നിലപാടിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. മുഖപ്രസംഗത്തിലൂടെ എന്തായാലും വ്യക്തമാകുന്നത് കെ എം മാണിയെ തിരിച്ച് UDF-ലേക്ക്, കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം UDF-നൊപ്പം നിർത്തേണ്ടതില്ല എന്ന നിലപാടിലേക്ക്, ഒരു പൊതു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. ഇനി വിശാലമായ ചർച്ചകൾ വലിയ അർത്ഥത്തിൽ ഇല്ലെങ്കിൽ കൂടിയും UDF-ൽ കൂടി ഇതൊരു ചർച്ചാ വിഷയം ആകാനുള്ള സാധ്യത കൂടി മുന്നിലുണ്ട്. എന്തായാലും കെ എം മാണിക്ക് രാഷ്ട്രീയം എന്നും ഒരു കച്ചവടമായിരുന്നു എന്നുള്ള ഒരു വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഈ ഒരു മുഖപ്രസംഗത്തിൽ വീക്ഷണം നൽകുന്നത്. ഒരുപക്ഷെ കെ എം മാണിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന നിരവധി അഴിമതി ആരോപണങ്ങളുണ്ട്. അതിനെ സാധൂകരിക്കുന്ന വിധത്തിലേക്ക് UDF-നുള്ളിൽ തന്നെ നിന്ന് ചില ആരോപണങ്ങൾ ഉയർന്നു എന്ന് തന്നെ വേണ്ടേ ഇപ്പോൾ പറയേണ്ടി വരിക? പ്രജീഷ്, തീർച്ചയായും അക്കാര്യത്തിൽ, കാരണം നമുക്കറിയാമല്ലോ, കാരണം ഏത് സാഹചര്യത്തിലാണ് കെ എം മാണി UDF വിടുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഓരോ നീക്കങ്ങളും, കാരണം ഇപ്പോൾ അതിന് കഴിഞ്ഞ ഒരു അടുത്ത കാലം വരെ കേരള കോൺഗ്രസിനെ ഒപ്പം ഏത് രീതിയിലാണെങ്കിലും ഒപ്പം ചേർക്കുക അല്ലെങ്കിൽ ഒപ്പം കൊണ്ടുവരിക. പ്രത്യേകിച്ച് കോട്ടയം പോലെ മധ്യ കേരളത്തിൽ വളരെ നിർണായകമായ സ്വാധീനമുള്ള ഒരു കർഷക പ്രസ്ഥാനത്തെ ഒപ്പം നിർത്തുക എന്ന വലിയൊരു കർത്തവ്യത്തിലേക്ക്, അല്ലെങ്കിൽ അത് വീണ്ടും മാണി അടർന്നു പോയെങ്കിലും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പല നേതാക്കന്മാരും നടത്തിയിരുന്നു. പക്ഷേ ഈ പറയുന്ന മാണിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾക്ക് ഉയർന്ന ഘട്ടത്തിൽ തന്നെയായിരുന്നു അത്തരമൊരു നിലപാട് തുടർന്നത്. എന്നാൽ അതേസമയം ഇടതുപക്ഷവുമായി അടുക്കുന്നു, ഇടതുപക്ഷത്തോടൊപ്പം മാണി പോകുന്നു, ചർച്ചകൾ പലരെ ഇടനിലക്കാരായി നടത്തുന്നു തുടങ്ങിയ അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുന്നു. അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്ക് കേരള കോൺഗ്രസിന്റെ തന്നെ മുഖപത്രത്തിൽ ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ പരാമർശം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കോൺഗ്രസ് പ്രകോപിതരായിരിക്കുന്നത്. കോൺഗ്രസ് എന്തായാലും ഒരു പൊതു നിലപാടിലേക്ക് എത്തുന്നു. കെ എം മാണിയെ വേണ്ട, കെ എം മാണിയെ UDF-ലേക്ക് എടുക്കേണ്ടതില്ല. എന്തായാലും ഈ മാണിയുടെ അഭിപ്രായം കൂടി, പ്രതികരണം കൂടി ഒരു പക്ഷേ കോട്ടയത്ത് നിന്ന് അല്പസമയത്തിനകം വന്നേക്കാം. മാത്രമല്ല ഇക്കാര്യത്തിൽ ഒരു കോൺഗ്രസിന്റെ മുഖപത്രം എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ KPCC അധ്യക്ഷന്റെ കൂടി പ്രതികരണം ഉണ്ടായേക്കാം. എന്തായാലും ഈ ഒരുപക്ഷെ കോൺഗ്രസിലും ഒട്ടുമിക്ക നേതാക്കന്മാർക്കും ഇതേ ഒരു നിലപാടിലേക്ക് തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നു. കെ എം മാണിയെ തിരികെ UDF-ലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ശരി, കെ എം മാണി അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വീക്ഷണം ദിനപത്രത്തിന്റെ മുഖപ്രസംഗം വന്നിരിക്കുകയാണ്. മാണിക്ക് രാഷ്ട്രീയം എന്നും ഒരു കച്ചവടം മാത്രമായിരുന്നു എന്ന അതിരൂക്ഷമായ വിമർശനമാണ് മുഖപ്രസംഗത്തിലുള്ളത്. വിവരങ്ങളാണ് പ്രജീഷ് കൈപ്പള്ളി നൽകിയത്. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന വേദി തീരുമാനിച്ചു. ഈ മാസം 17-ന് കലോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് പ്രധാനമന്ത്രി മെട്രോയുടെ ഉദ്ഘാടനം നിർവഹിക്കുക.
പ്രധാനമന്ത്രിയുടെ പ്രത്യേക സുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ഉദ്ഘാടന വേദി നിശ്ചയിച്ചത്. ഉദ്ഘാടന സമയം സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉടൻ വിവരം നൽകും. ഉദ്ഘാടന ദിവസം പ്രധാനമന്ത്രി മെട്രോയിൽ യാത്ര ചെയ്യാനും സാധ്യതയുണ്ട്. കൊച്ചി മെട്രോയിലെ പ്രധാന പ്രത്യേകതയാണ് സ്റ്റേഷന്റെ പേരുകൾ എഴുതി കാണിക്കുന്ന ഡിസ്പ്ലേ ബോർഡ്. സ്റ്റേഷനിലും ട്രെയിനിനകത്തും യഥേഷ്ടം ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് എത്തേണ്ട സ്ഥലം സംശയമില്ലാതെ കണ്ടുപിടിക്കാൻ ഇത് ഏറെ സഹായകമാണ്. പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ആദ്യമായി യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കുമുള്ള ആധിയാണ് സ്ഥലം എത്താറായോ അതോ കഴിഞ്ഞുപോയോ, ഇനി എത്ര ദൂരമുണ്ട്? ഈ വിധ സംശയങ്ങൾക്കെല്ലാം ഈ ഡിസ്പ്ലേ ബോർഡുകൾ മറുപടി നൽകുന്നു. കൊച്ചി മെട്രോയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണുന്ന ഡിസ്പ്ലേ. ഇതിൽ സ്റ്റേഷനുകളുടെ പേരുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ പിന്നിട്ട സ്റ്റേഷനുകളെല്ലാം തന്നെ ചുവപ്പ് നിറത്തിൽ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വരാൻ പോകുന്ന സ്റ്റേഷനുകളാണ് ഈ കാണുന്നത്. ഇതുകൂടാതെ ഏറ്റവും അടുത്ത 4 സ്റ്റേഷനുകളുടെ പേരുകളും പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ പിന്നിട്ടവ വീണ്ടും ചുവപ്പ് നിറത്തിലാണ് പ്രത്യേകം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ ഓരോ സ്റ്റേഷനിലും റൂട്ട് മാപ്പ് വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റേഷനിൽ തന്നെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന മാപ്പിൽ മെട്രോ സ്റ്റേഷനുകളുടെ സമഗ്ര വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേ ബോർഡിന് പുറമെ ട്രെയിനിനുള്ളിൽ സ്റ്റേഷൻ അറിയിച്ചുകൊണ്ടുള്ള പ്രത്യേക അനൗൺസ്മെന്റും മെട്രോയെ കൂടുതൽ ആകർഷകമാക്കുന്നു. മുട്ടം AFC ഗേറ്റിലൂടെയുള്ള സുഗമമായ യാത്രയ്ക്കായി നിങ്ങളുടെ ടിക്കറ്റുകൾ തയ്യാറാക്കി വെക്കുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി.